ഹലോ ഗായ്സ്, ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി അന്വേഷിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ കുറിച്ചാണ്. ആക്ച്വലി ഞാനിവിടെ ദുബായിൽ വന്നിട്ട് രണ്ട് മാസത്തോളമായി. ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ല. നല്ലൊരു ഹോസ്പിറ്റലിൽ ഇവിടെ കയറിയവരാണെങ്കിൽ ആരും ഇറങ്ങാനും പോകുന്നില്ല. നമ്മള് നാട്ടിൽ ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്ന ഹെൽത്ത് കെയറിനെ മുന്നിലാക്കി കാണിക്കുന്ന പിള്ളേരെ ഇപ്പോഴും പെടുത്താൻ നോക്കുന്ന കുറച്ച് ഏജൻസിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ മംഗലാപുരം ആയാലും കേരളത്തിലായാലും എവിടെയായാലും പോയി കഴിഞ്ഞാൽ ഒരുപാട് ഏജൻസുകാരുണ്ട്. ഇത് പഠിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പൊന്നു മക്കളെ, ആരും പഠിക്കാൻ പോവല്ലേ. പാരാമെഡിക്കൽ കോഴ്സ് ആയാലും നഴ്സിംഗ് വീണ്ടും എന്നാലും കുഴപ്പമില്ല. പാരാമെഡിക്കൽസ്, റേഡിയോളജി, MLT ഒന്നും പഠിച്ചിട്ട് ദുബായിൽ വന്ന ഒരു കരിയർ ബിൽഡ് ചെയ്ത് വലിയ പൈസക്കാരനാവുക എന്നുള്ളൊരു പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡിലേക്ക് പോവുക. +2 കഴിഞ്ഞ പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വലിയൊരു ജോലിയും നല്ലൊരു ശമ്പളവും കിട്ടില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ അപൂർവമാണ്. ഇവിടെ വന്നിട്ട് 6, 7, 8 മാസമായിട്ട് ജോലി കിട്ടാതെ നാട്ടിൽ തിരിച്ചു പോയ ഒരുപാട് പേരെ എനിക്കറിയാം. എനിക്ക് തന്നെ ലിങ്ക്ഡിൻ ത്രൂ ആയാലും കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ദുബായില് വളരെ കഷ്ടപ്പാടാണ്. പിന്നെ കുറെ ഹോസ്പിറ്റൽസ് എടുക്കും ലോക്കം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ എടുക്കും. നമ്മളിപ്പോ കൊണ്ട് മാക്സിമം അവർ ചെയ്യിപ്പിക്കേണ്ട ചെയ്ത് അവർ പറഞ്ഞുവിടും. ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 5000. ഇവിടെ റെന്റ് തന്നെ കൊടുക്കാൻ അതിന്റെ പകുതി പൈസ വേണം. പിന്നെ സേവിങ്സ് എന്ന് പറയാൻ ഒന്നുമില്ല. സ്വന്തമായിട്ട് ഐഡിയ ഉണ്ട്, വേറെ എന്തെങ്കിലും ഫീൽഡിൽ താല്പര്യമുണ്ട്, പോവാ മക്കളെ. വെറുതെ പാരാമെഡിക്കല് മാങ്ങിയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് പെടാൻ നിൽക്കരുത്. നമുക്കിത് എല്ലാരും എത്തിക്കണം. നമുക്ക് പാരാമെഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമ്പാദിക്കുക. ദുബായിൽ വന്നിട്ടായാലും എവിടെ വന്നിട്ടായാലും ജോലി ഇല്ല, സാച്ചുറേറ്റഡ് ആണ്. ഒരുപാട് പേര് പറയും കഴിവിന്റെ ഇല്ല, സാച്ചുറേറ്റഡ് ആണ്. ഇവിടെ ഹോസ്പിറ്റൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നത് വളരെ അപൂർവമാണ്. കിട്ടുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഹോസ്പിറ്റൽ, നല്ല ശമ്പളമുള്ള ഹോസ്പിറ്റൽ ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പറയുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ കിട്ടിയ അവനക്കറിയാം, ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ജോലി ഇത്ര നല്ലപോലെ ജോലി കിട്ടില്ല. അപ്പൊ അവനവിടെ ഇറങ്ങില്ല, അവൻ എത്ര കാലം അവിടെ തന്നെ നിൽക്കും. ഇപ്പോഴും DHA, MOH കോച്ചിങ് സെന്റേഴ്സ് ഒരുപാടുണ്ട്. അവർ മാർക്കുണ്ട്. ദുബായ് ജോലി ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക.